1966 ഇത്തരത്തിലൊരു പാലം ചാലക്കുടി പുഴയ്ക്ക് കുറുകെ പണി തുടങ്ങുന്നത്. 1972 കൂടിയിട്ട് ഈ പാലം ഇവിടെ ഗതാഗത യോഗ്യമാക്കി തുറന്നു നൽകുകയാണ്. അതായത് ഏകദേശം ഒരു 53 വർഷത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന് നിലവിൽ. തൊട്ടടുത്ത് തന്നെ 2010 കൂടിയിട്ട് മറ്റൊരു പാലവും കൂടെ പണി തീർത്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അതുവഴിയും ഗതാഗതം കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ എറണാകുളത്ത് നിന്നും തൃശ്ശൂരേക്ക് കടന്നു പോകുന്ന ഈ പാലം അടയ്ക്കുന്നതോട് കൂടിയിട്ട് നിലവിൽ NH ദേശീയപാതയിൽ പല ഭാഗങ്ങളിൽ പണികൾ നടക്കുകയാണ്. റോഡിൻ്റെ പണികൾ പല ഭാഗങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പാലം കൂടെ അടച്ചിടുന്നതോട് കൂടിയിട്ട് ഗതാഗത കുരുക്ക്, ചാലക്കുടി കാണാത്തൊരു ഗതാഗത കുരുക്കിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ചാലക്കുടി നിവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെ ചേരുന്നുണ്ട്. അപ്പം ചാലക്കുടി പാലം ഒരു മാസത്തോളം അടച്ചിടണം എന്നാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ ബെയറിങ്ങുകൾക്ക് ബലക്ഷയം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാലം പൂർണ്ണമായിട്ട് ഒരു മാസത്തോളം അടച്ചിടുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ? ജനജീവിതം എന്താവും? ചാലക്കുടി പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ചാലക്കുടിയോടുള്ള ജനങ്ങളോട് ദേശീയപാത അധികൃതർ ഒരു കുറ്റകരമായ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചാലക്കുടിയുടെ ഇപ്പോൾ ഈ ദിവസങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ 6, 7, 8, 9 തീയതികളിൽ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ നടക്കുക. അത് ദേശീയ ഉത്സവമാണ്. അതുപോലെ തന്നെ 19, 20, 21 തീയതികളിലായിട്ട് കണ്ണമ്പുഴ ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. അപ്പോൾ ഈ രണ്ട് ഉത്സവങ്ങളും ചാലക്കുടിയുടെ ദേശീയ ഉത്സവങ്ങളാണ്. അപ്പോൾ ചാലക്കുടിക്ക് ഒരു മതേതര മനസ്സാണുള്ളത്. ചാലക്കുടി ഇപ്പോൾ കണ്ണമ്പുഴ അമ്പലമായാലും ചാലക്കുടി ഫൊറോനപ്പള്ളി ആയാലും കൂടപ്പുഴ അമ്പലമായാലും ചാലക്കുടി ജുമാ മസ്ജിദ് ആയാലും എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ചാലക്കുടി എല്ലാവരും ഒരേ മനസ്സോടുകൂടി നോക്കി കണ്ടിട്ടാണ് ഈ ഉത്സവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, ആഘോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചാലക്കുടിയുടെ മതേതര മനസ്സിൻ്റെ മുഴുവൻ ആളുകളും ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും അതിൽ ഭാഗഭാക്കാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ സമയങ്ങളോട് ചേർന്ന് ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചാലക്കുടിയിലെ ജനങ്ങളോടൊരു വെല്ലുവിളിയാണ്. ഇത് ഇവിടെ മാത്രമല്ല സംഭവിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ കൊരട്ടിപ്പെരുന്നാൾ, ഈ കൊരട്ടിപ്പെരുന്നാളിൻ്റെ ലക്ഷങ്ങൾ വരുന്ന ഒരു തിരുനാളാണ്. ആ തിരുനാൾ സമയത്ത് കൊരട്ടി മേൽപ്പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് പണികൾ ആരംഭിച്ചു. അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ വളരെ ശക്തമായി ഇടപെട്ടു. വളരെ വലിയ പ്രതിഷേധം ഉയർത്തിനെ തുടർന്ന് താൽക്കാലിക തുടങ്ങി വെച്ച പണി അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാതെ ഏത് തരത്തിലാണ് ഗതാഗതം തടസ്സപ്പെടും, ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തിരിച്ചറിയാതെയുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് നിലവിലുള്ളത്, ദേശീയപാത അധികൃതരുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ചാലക്കുടി മേഖലയിൽ രൂക്ഷമായ ഗതാഗത സ്തംഭനമാണ്. കുരുക്കെന്ന് മാത്രം പറഞ്ഞ് സ്തംഭനമാണ്. അപ്പോൾ അതിന് പൂർണ്ണമായ ഉത്തരവാദികൾ ദേശീയപാത അധികൃതരാണ്. നിലവിലുള്ള ജനപ്രതിനിധികൾ പലരും അതിന് വേണ്ടാമെന്നുള്ള ഇടപെടൽ നടത്താത്തതാണ് ഈ അധികൃതർക്ക് ഇങ്ങനെ അഴിഞ്ഞാട്ടം നടത്താൻ സാധിക്കുന്നത്. ഇവിടെ മുരിങ്ങൂര് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം ദീർഘകാലം വലിയ തോതിൽ സ്തംഭിച്ചപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ദേശീയപാത അതോറിറ്റിയുടെ പാലക്കാട് ഓഫീസിൽ ധർണയ്ക്ക് പോയി. അതിനുശേഷം ചർച്ചയ്ക്ക് വന്ന പ്രൊജക്ട് ഡയറക്ടർ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ് അന്ന് അവിടുത്തെ സമരം അവസാനിപ്പിച്ചു. ഈ ചാലക്കുടി ഗസ്റ്റ് ഹൗസിൽ നടത്തിയ സമരത്തിന് പ്രൊജക്ട് ഡയറക്ടർ വരാതെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മാത്രം പറഞ്ഞു വിടുകയും ഇവിടുത്തെ ജനപ്രതിനിധികൾ ആ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തടഞ്ഞു വെച്ച് പണി തുടങ്ങിയിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായി അന്ന് രാത്രി തന്നെ പണി ആരംഭിക്കുകയും അതോടുകൂടി രൂക്ഷമായ ഗതാഗത തടസ്സത്തിന് ചാലക്കുടിയിൽ നമ്മുടെ മുരിങ്ങൂര് നമുക്കൊരു ശമനം കിട്ടി. അപ്പോൾ കൊരട്ടിപ്പള്ളിയുടെ പെരുന്നാളിൻ്റെ സമയത്ത് ആ പെരുന്നാളിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ വന്ന് അവിടെ പണി ആരംഭിക്കുക. ഇപ്പോൾ ചാലക്കുടി പള്ളി പെരുന്നാളും അതുപോലെ തന്നെ കണ്ണമ്പുഴ അമ്പലം ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ വീണ്ടും പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഗതാഗത സമരം വരുത്തുക എന്നുള്ളത് നമ്മുടെ ചാലക്കുടിയിലെ ജനങ്ങളോടുള്ള ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളോട് എന്തൊരു പ്രതികാരം ദേശീയപാത അതോറിറ്റിക്ക് ഉള്ളതുപോലെയാണ് ഇടപെടൽ നടത്തുന്നത്. ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ് ഈ കാര്യങ്ങളിൽ. കാരണം ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ജനങ്ങൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഭരണാധികാരികൾ ഉറപ്പുവരുത്തേണ്ട ഒന്നാണ്. ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവുമില്ല. കാലാസമയങ്ങളിൽ അതിൻ്റെ ബെയറിംഗ് മാറ്റലും മറ്റ് അനുബന്ധമായ അറ്റകുറ്റപ്പണികൾ നടത്തണം. പക്ഷേ അത് ജനങ്ങളെ എത്രമാത്രം ജനങ്ങൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രമാത്രം ജനങ്ങൾ ചാലക്കുടിയിൽ എത്തിച്ചേരേണ്ട സമയങ്ങളിൽ അത്തരത്തിലൊരു അറ്റകുറ്റപ്പണി നടത്തുക എന്നുള്ളത് അത് അവരുടെ ഒരു ഉത്തരവാദിത്ത കുറവാണെന്ന് വിലയിരുത്തേണ്ടതായിട്ട് വരും.
തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രണ്ട് ഉത്സവങ്ങളും കഴിഞ്ഞിട്ട് മാത്രമായിരിക്കണം ഇവിടെ നിന്ന് ഈ പാലം അടച്ചിടണം, പാലം അടച്ചിടുക എന്നുള്ളത് പറഞ്ഞ് ഒരു നിവേദനമൊക്കെ നൽകിയിട്ടുണ്ടല്ലേ? ദേശീയപാത അതോറിറ്റിക്ക് ഒരു നിവേദനം. തീർച്ചയായിട്ടും ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. തീർച്ചയായിട്ടും നമ്മളങ്ങനെ നിവേദനം നൽകി അതിൻ്റെ വെളിച്ചത്തിൽ അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ഡെന്നിസ് പറഞ്ഞ പോലെ തന്നെ ഇത് ചാലക്കുടിക്കാരുടെ ഒരു വെല്ലുവിളിയാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലം പൂർണ്ണമായി അടച്ചിടുന്നതോട് കൂടി ചിറങ്ങര, കൊരട്ടി, മുരുങ്ങൂർ, അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോകുമ്പം പേരാമ്പ്ര, ഈ വശത്തുള്ള ഒരു പണിയും പൂർത്തീകരിക്കാൻ പോയിട്ട് അതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഇത് വൺ വേ ആക്കുമ്പോൾ ശക്തമായ ഗതാഗതക്കുരുക്ക് മാത്രമല്ല അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതോറിറ്റി, പ്രത്യേകിച്ച് ഗതാഗത അതോറിറ്റി, പോലീസൊക്കെ ചേർന്നിട്ടൊരു സംവിധാനം ആദ്യം ഒരുക്കണം. കാരണം ഇത് വൺ വേ ആക്കണത് അപ്പുറത്തെ പാലത്തിൽ കൂടെ കടത്തിവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മുരുങ്ങൂർ കഴിഞ്ഞ് വരുമ്പോൾ ഓൾറെഡി ബ്ലോക്കാണ്. ചാലക്കുടി മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് അവിടെ വരാൻ പോകുന്നത്. കൃത്യമായ നടപടികൾ, കൃത്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്യാതെ വന്നാൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്കല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്തംഭനമാണ് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ പല ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, മിനിഞ്ഞാന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു ടെമ്പോയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് പോട്ട കഴിഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള പോട്ട കഴിഞ്ഞു ഗതാഗത കുരുക്ക്. ഇതൊരു തുടർക്കഥയാകുമെന്നാണ് മനസ്സിലായത്. ബെയറിംഗ് മാറ്റേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ പാലത്തിൻ്റെ ഒരു ബലക്ഷയം, പാലം പണിത് കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ പോലെ പാലം പണിത് കഴിഞ്ഞിട്ട് 53 വർഷത്തിനടക്കിയ ഈ ബലക്ഷയം വീണ്ടും വരാമല്ലോ. അതിനും ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ബലക്ഷയം വരിക, പാലം പൊക്കുക. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ ബലക്ഷയം ഞങ്ങൾ നാട്ടുകാർ മൊത്തം അനുഭവിച്ചാണ്. ഈ പാലത്തിന് ഉള്ളിൽ കൂടെ വേറൊരു ഫ്രെയിം ഇട്ട് അതിനൊരു ഷീറ്റ് വെച്ചിട്ടായിരുന്നു ഗതാഗതം നടത്തിയിരുന്നത്. ഇപ്പോൾ പിന്നെ താൽക്കാലിക പാലം അല്ല, ഒരു പുതിയ പാലം അപ്പുറത്തുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചാലക്കുടിക്ക് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ മുഴുവൻ ജനസഞ്ചയം, 10,000 പങ്കെടുക്കുന്ന 2 ദേശീയോത്സവങ്ങളാണ് നടക്കാൻ പോകുന്നത്. 6, 7, 8, 9 മുതൽ സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച തിരുനാളും 19, 20, 24 ശ്രീ കണ്ണമ്പഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയും. ഇതിന് അത്രയും ആൾക്കാർ അവർ കാത്തിരിക്കുന്നൊരു ഇതും എന്താ പറയുക, ഒരു ആഘോഷം കൂടിയാണത്. എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിക്കാരുടെ ഒരു വെല്ലുവിളിയാണ്. ദേശീയപാത അതോറിറ്റി മാത്രമല്ല, ഇവിടുത്തെ ഭരണകർത്താക്കളും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമസഭയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു MLA ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഉന്നയിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ബലവത്തായിട്ട് കണ്ടില്ല. ഇതിൽ ചാലക്കുടിക്കാരൻ എന്ന നിലയ്ക്കും പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയ്ക്കും ചാലക്കുടിയിൽ മൊത്തം എല്ലാവർക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ അടുത്ത ദിവസം നിന്ന് അടച്ചിട്ട് അതിന് എത്രയും പെട്ടെന്ന് പണി തുടങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ ഇത് ഇപ്പം അടച്ചിരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നുള്ളത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ജനജീവിതം സ്തംഭിക്കരുത് എന്നുള്ളതും അത്യന്താപേക്ഷികമാണ്. സുജി പട്ടാമ്പിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.